വെറുതെ ആവശ്യമില്ലാതെ ഇമാതിരി ചോദിക്കേണ്ട കാര്യമില്ല. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് അവരന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ, അതല്ലേ കോടതി കൊടുത്തത്. അന്വേഷണം പൂർത്തിയായാലേ മനസ്സിലാവുള്ളൂ ആരാണ് ഇതിന്റെ ഒറിജിൻ എന്നത് ഉൾപ്പെടെ. ഏതെങ്കിലും വഴിക്ക് കിട്ടിയ ഒരാളെ വെച്ചിട്ട് കടന്നാക്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് കൃത്യമായിട്ട് വരട്ടെ. ആ പറഞ്ഞത് ഉൾപ്പെടെയുള്ള, അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഉൾപ്പെടെയുള്ള എല്ലാറ്റിൻ്റെയും പിന്നിൽ UDF ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം BJP-യുമാണ്. സാധാരണ രാഷ്ട്രീയ ചരിത്രത്തിൽ കാണാത്ത ചില പ്രവണതകൾ സംബന്ധിച്ചുള്ള നവമാധ്യമവുമായി ബന്ധപ്പെട്ട് വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. കുറച്ച് ദിവസമായി മാധ്യമങ്ങളൊക്കെ ഇതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ വടകരയിൽ നടന്ന UDF-ന്റെ തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് അതിലേക്കും നയിച്ചത് എന്ന് കാണാൻ കഴിയും. ഒറ്റപ്പെട്ട പ്രശ്നം പോലെയാണ് ചിലർ അതിനെ സമീപിക്കുന്നത്. അത് ശരിയായ ഒരു നിലപാടല്ല. നമ്മളവിടെ ഉണ്ടായ അശ്ലീല പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം മുതലുള്ള പ്രശ്നങ്ങൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യണം. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിലാണ് ബോധപൂർവം ചില ആളുകൾ ഈ പ്രചരണത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ വടകര സ്ഥാനാർത്ഥിയായി UDF-ന്റെ ഷാഫി പറമ്പിൽ വന്ന ഉടനെ തന്നെ ആദ്യത്തെ പ്രചരണം കേരളത്തിന്റെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം. വളരെ പരിഹാസത്തോടു കൂടിയാണ് ആ പ്രയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യക്തിപരമായ അധിക്ഷേപത്തിന്റെ രീതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തിഹത്യയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അതിനു പിന്നാലെ ഓരോന്നോരോന്നായി ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യ കാര്യം മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന പ്രചരണമാണ്. ശുദ്ധ അസംബന്ധ പ്രഖ്യാപനമായിരുന്നു അത്. രണ്ടാമത്തെ കാര്യം, പ്രവാചകൻ തെറ്റായ രീതികളെ പ്രചരിപ്പിച്ചു എന്ന് ടീച്ചർ പ്രസ്താവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ RSSന്റെ നിലപാടാണ് ശൈലജ ടീച്ചർക്കുള്ളത് എന്നതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർക്കെതിരെ പ്രചാരണം സംഘടിപ്പിച്ചു. വാനൂർ ബോംബ് കേസിലെ പ്രതികൾക്കൊപ്പം ടീച്ചർ നിൽക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ചു നൽകി. ഇതെല്ലാം വ്യാജമായ സൃഷ്ടിയാണെന്നും ടീച്ചറുടെ ബൈറ്റുകളും ഇന്റർവ്യൂകളും അടക്കം തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ ന്യൂ മാഹിയിലെ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അസ്ലം, കേസ് എടുത്ത ആളുകളുടെ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, പേരാമ്പ്രയിലെ ലീഗ് പ്രവർത്തകനായ സൽമാൻ മാളൂർ, പേരാമ്പ്രയിൽ സൽമാൻ മാളൂർ, ലീഗ് പ്രവർത്തകനായ മിൻഹാജ് KM, ബിജിൻ തോമസ്, ഷെരീഫ് വലിയക്കോട്, മുഹമ്മദ് അബ്നാർ, ഐസക് മാത്യു, ഇവരെല്ലാം പേരിൽ പോലീസ് കേസെടുത്ത ചില ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഇനിയും പേരുകളുണ്ട്, ഞാൻ ആ പേരിങ്ങനെ ആവർത്തിക്കുന്നില്ല. തെറ്റായ വാർത്തകളുടെ പ്രചരണം നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയോടെ, AI സംവിധാനത്തോടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരങ്ങളും കപട വാർത്തകളും അതെല്ലാം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പത്തെക്കുറിച്ച് ഇന്ന് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ആശയങ്ങളുണ്ട് എന്ന കാര്യം CPIM തന്നെ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളിൽ നടത്തുന്ന ഇത്തരം കള്ളപ്രചരണങ്ങളെ തുറന്നു കാട്ടുക എന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് അതിപ്രധാനമായ ഉത്തരവാദിത്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അതെടുത്തുകൊണ്ടിരിക്കുന്ന നിരപേക്ഷ നിലപാട് അത് ഏതെങ്കിലും ഒരു ദിവസത്തേക്കോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, കാലാകാലം മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി നിലകൊണ്ട പാർട്ടിയാണ് CPIM-ഉം ഇടതുപക്ഷ പാർട്ടിയും. ഈ വടകര പാർലമെന്റ് നിയോജക മണ്ഡലം തന്നെ മുമ്പൊരു ഘട്ടത്തിൽ OLB സഖ്യത്തിന്റെ അരങ്ങേറ്റം കുറിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാവാതെ 2025 ഡിസംബറിൽ മാത്രം 1-ാം ഘട്ടം പൂർത്തിയാവുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം 2024 ആദ്യം തന്നെ നിർവഹിക്കാൻ നരേന്ദ്രമോദിയും
BJP സംഘപരിവാർ വിഭാഗങ്ങളും ശ്രമിച്ചത് മതധ്രുവീകരണത്തിനു വേണ്ടിയുള്ള ആയുധമായി അതിനെ ഉപയോഗിക്കാൻ തന്നെയായിരുന്നു. ആ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് CPIM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയാണ്. കോൺഗ്രസിന് പോലും പിന്നീട് അവരുടെ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് മാറി ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയേണ്ടി വന്നു. ഇടതുപക്ഷത്തിന്റെ ഉറച്ച നിലപാട് തന്നെയായിരുന്നു അതിനടിസ്ഥാനം. നിങ്ങൾക്കറിയാം, രഥയാത്ര തടഞ്ഞതിന്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ VP സിംഗ് സർക്കാരിനെതിരായി അവിശ്വാസം കൊണ്ടുവന്നത്, ആ മന്ത്രിസഭയെ നിലം പതിപ്പിച്ചത് കോൺഗ്രസും BJP-യും ചേർന്നുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കുമെതിരായ നിലപാട് എല്ലാ കാലവും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെയും SDP-യുടെയും കൂട്ടുകക്ഷിയെ പോലെയാണ് ലീഗും കോൺഗ്രസും പ്രവർത്തിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് 2.8% വോട്ട് അവർക്ക് കുറഞ്ഞിട്ടും ചില മേഖലയിൽ വലിയ ഭൂരിപക്ഷത്തിന് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. വ്യാജ വാർത്തയും വ്യാജ ID കാർഡ് നിർമ്മിക്കലുമെല്ലാം നടത്തുന്നത് ആരാണെന്ന് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വ്യാജ ID കാർഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ കേരളത്തിലാകെ എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മുതൽ അശ്ലീലവും ഒപ്പം വർഗീയതയും ചേർത്ത വലിയ മേഖല ന്യൂ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിനകം തന്നെ എല്ലാവർക്കും വ്യക്തത വന്നതാണ്. ഇപ്പോഴ് കാഫിർ പരാമർശം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യമായി അത് സംബന്ധിച്ച് പരാതി നൽകിയത് LDF കമ്മിറ്റി തന്നെയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ്, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം. ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. സംശയത്തിന്റെ മുൾമുനയിൽ ആളുകളെ നിർത്തുകയല്ല. ഒരു ദിവസം എന്നെ ഒരു പത്രത്തിന്റെ പ്രതിനിധി വിളിച്ചിട്ട്, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത പോലും ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്ന കാര്യമാണ് പറയുന്നത്. ഏതാ ഈ ഇടതുപക്ഷം? പോരാളി ഷാജിയാണോ ഇടതുപക്ഷം? നിങ്ങൾ പകുതി വന്ന വാർത്തയുമായിട്ടാണ് രംഗത്ത് വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമില്ല. ഇമാതിരിയുള്ള ഒരു നിലപാടിലും തെറ്റായ ഒരു സമീപനത്തിന്റെയും ഭാഗമായിട്ട് പോകേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ പോലും CPIM നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞ ചില ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാട്ടിയാണ് LDF-നെതിരെ പ്രചാരണം നടത്താൻ അവർ ശ്രമിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒളിച്ചുവെക്കുന്ന കാര്യവും CPIM-ന് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. അന്വേഷണം നടക്കട്ടെ, പോലീസ് അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്നുള്ള കള്ളപ്രചാരവേല നടത്തുകയല്ല വേണ്ടത് എന്നതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പല കേസുകളിലും ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്കറിയാം, AKG സെന്ററിന്റെ മേലെ നടന്ന ബോംബാക്രമണവും അക്രമ സമീപനവും എന്തായിരുന്നു മാധ്യമങ്ങളുടെ വിശകലനം? പാർട്ടി നേതാക്കൾ തന്നെയാണ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അക്രമം നടത്തിയത് എന്ന് പ്രചരിപ്പിച്ചവരാ നിങ്ങളെല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. ഒരു വലിയ വിഭാഗം എങ്ങനെയാണ് പ്രചരിപ്പിച്ചത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം കത്തിച്ചവർ തന്നെ അതിനെതിരായിട്ട് എന്തെല്ലാം കള്ളപ്രചരണങ്ങളാണ് സംഘടിപ്പിച്ചത്. അതൊക്കെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള നമ്മളെല്ലാം കണ്ട കാര്യങ്ങളാണ്. യാഥാർത്ഥ്യം പുറത്തു വന്നതോടെ പിന്നെ ആദ്യം പ്രചരിപ്പിച്ച മാധ്യമ ശൃംഖലകൾക്കൊന്നും മുണ്ടാട്ടില്ല. ഇതാണ് കേരളത്തിന്റെ ഒരു സ്ഥിരം സമീപനം. പറയേണ്ടത് മുഴുവൻ പറയുക, വസ്തുത പുറത്തു വരുമ്പോൾ പിന്നെ മിണ്ടാണ്ടിരിക്കുക. പോലീസ് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് CPM-ന്റെ അഭിപ്രായം. ഇതിന്റെ മേലെ പിന്നെ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് AK ലതികക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ആശയം പ്രചരിപ്പിക്കാനല്ല KK ലതിക അത് ഷെയർ ചെയ്തത്. അതിൽ വന്ന കാര്യം ഈ നാടിന് ആപത്താണ് എന്ന കാര്യം സൂചിപ്പിക്കുക ചെയ്തേ. അതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇതുപോലുള്ള പ്രചാരവേല എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. അത് നാടിനെ രക്ഷിക്കാനുള്ളതായിരുന്നു, അല്ലാതെ തകർക്കാനുള്ള ഒരു പോസ്റ്റല്ല. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. ഷെയർ ചെയ്തു എന്ന് പറയുന്നതല്ലാതെ എന്താ ഷെയർ ചെയ്തത്, എന്താ ആ കാര്യത്തിൽ പറഞ്ഞത് നിങ്ങൾ മിണ്ടുന്നില്ല.
അത് സ്വാഭാവികമായിട്ടും മിണ്ടിയാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശ ശുദ്ധിയെ തന്നെ മറ്റ് രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡോക്ടർ ജോ ജോസഫിനെതിരായിട്ട് അശ്ലീല പ്രചരണം ആദ്യം തുടങ്ങിയത് വടകരക്ക് മുമ്പ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വടകര പാർലമെന്റ് നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഉണ്ടായത്. ഓരോ സംഭവങ്ങളെയും വളരെ വിശദമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പൊതുവായിട്ട് പറയാൻ. കുറേ ദിവസക്കാലമായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് മുഴുവൻ ആളുടെയും മനസ്സിൽ ഇങ്ങനൊരു ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെ വിശദീകരിക്കണം എന്ന് ഉദ്ദേശിച്ചു. ഏതൊക്കെയായിരുന്നു എന്നുള്ളത് പറഞ്ഞ ആദ്യം പോലീസ് എന്തെല്ലാം റിപ്പോർട്ട് ഉണ്ടാകുന്നു. പോലീസിന്റെ റിപ്പോർട്ട് നോക്കിയാൽ നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഒരു പത്രം അതിന്റെ സൈഡ് ഹെഡിങ്ങിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തത്. എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസ് ഈ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലാവട്ടെ, പുറത്തു വരട്ടെ. ഞങ്ങൾക്കാർക്ക് എതിരുള്ളത് 25-ാം തീയതി ഉച്ചക്ക് ഇമ്മാതിരി ഒരു പോസ്റ്റ് ഇട്ട് ഗുണഭോക്താവേണ്ട വല്ല കാര്യവും CPM-നുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടോ? ഇല്ല. എന്ന് വളരെ വ്യക്തമല്ലേ. ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് ഇമ്മാതിരി ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. അതിന്റെ ഗുണഭോക്താക്കൾ ഞങ്ങളല്ലതാനും. പോലീസ് റിപ്പോർട്ട് ഒന്നും ഞങ്ങള് ഇപ്പൊ അത് വന്നിട്ടില്ല. പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ല. ഷെയർ ചെയ്യപ്പെട്ടത്. അപ്പൊ അതിന്റെ ഒറിജിനലല്ലോ കാണുന്നത്. അല്ല, അയാൾക്ക് ഇടപക്ഷമാണല്ലോ, അയാളാണല്ലോ വിട്ടത്. അങ്ങനെ പറയണ്ട. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പേര് പറയാൻ കഴിയും. പറയട്ടെ, പറഞ്ഞോട്ടെ, അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്താ നോട്ടം? CPM-ന്റെ ഏതെങ്കിലും ഒരു അംഗത്തിനോ ഏതെങ്കിലും ഒരു മെമ്പർക്കോ ഒരു അനുഭവിക്കോ ഉണ്ടെന്നുള്ളതല്ല. CPM-ന് ഇതിന്റെ ഒരാവശ്യവുമില്ല. അവിടെ പാർട്ടി എന്ന രീതിയിൽ ഇമാതിരി നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒട്ട് ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ മുമ്പേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ നിയോജക മണ്ഡലത്തിൽ ആദ്യം ഒരു മാസത്തിലധികമായി സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകളെ തെറ്റായ പ്രവണതകളുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് പേരെന്നെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും വക്താക്കളെ. അതെല്ലാം വിട്ട് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസിന്റെ ഒരു മൊഴിയിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിനെതിരെ കടന്നാക്രമണം നടത്തേണ്ട എന്ത് കാര്യമായിട്ടുള്ളത്? അല്ല, സ്ഥിരമായിട്ടുള്ള നിലപാടാണ്. CPM വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം CPM-ൻ്റെതാണ് നിങ്ങൾ ആഘോഷിക്കല് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെതല്ലാത്ത നിരവധി CPM-ന്റെ പേര് ഉപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഒരു പേര് ഞാൻ നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് പലതും. അതിലൊന്നാണ് പോരാളി ഷാജി. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എൻകൗണ്ടർ കമ്മ്യൂണിസ്റ്റ്, എന്ത് കമ്മ്യൂണിസ്റ്റ് എൻകൗണ്ടർ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പേരുകളിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായിട്ട് ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള ബന്ധമുള്ളതല്ല. ഓരോരുത്തർ ഓരോ രീതിയിൽ കൈകാര്യം ചെയ്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിരവധിയായ കാര്യം ഞങ്ങൾക്കെതിരായി. ചിലപ്പോഴൊക്കെ ചിലത് നമുക്ക് അനുകൂലം പോയി. അത്രയേ കണ്ടാൽ മതി. ഇതിനാ അല്ല, അവര് ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഉള്ളത്. പകുതി വന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെറുതെ ആവശ്യമില്ലാതെ ഇമാതിരി ചോദിക്കേണ്ട കാര്യമില്ല. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് അവരന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ. അതല്ലേ കോടതി കൊടുത്തത്. അന്വേഷണം പൂർത്തിയായല്ലേ മനസ്സിലാവുള്ളൂ ആരാണ് ഇതിന്റെ എന്നത് ഉൾപ്പെടെ. ഏതെങ്കിലും വഴിക്ക് കിട്ടിയ ഒരാളെ വെച്ചിട്ട് കടന്നാക്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് കൃത്യമായിട്ട് വരട്ടെ. വരുന്നത് ഞങ്ങൾക്ക് ഒരു ഉൾക്കണ്ടിയില്ല. അതന്നെയാ അല്ല സുഹൃത്തെ, കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ. എന്താ പ്രസിദ്ധീകരിച്ചത്? ഇന്ന ആളുകളെല്ലാം ചോദ്യം ചെയ്തപ്പോൾ അതിന്റെ വിശദാംശം പൂർണ്ണമായി കിട്ടിയില്ല. ഫോണുമായി പോലീസ് പോയി. പോലീസ് തന്നെയാ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ, പോലീസിന്റെ കയ്യിലുള്ളത് ഇവരുടെ എല്ലാം ഫോൺ ഉൾപ്പെടെയാണ്. പരിശോധിക്കട്ടെ. നമ്മളെന്തിനാ ധൃതിപ്പെടുന്നത്? അയാൾ ഞങ്ങളുടെ മുമ്പിൽ അത് വന്നിട്ടില്ല. അവര് വെളിപ്പെടുത്തട്ടെ. അതെ, ഇതിന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതിന്റെ പോലീസല്ലേ അത് ചെയ്യേണ്ടത്.
അത് ഞങ്ങൾ വേറെ ആലോചിച്ചോളാം. അത് വേറെ ആലോചിക്കാം. അതിന്റെ മേലെ കയറി ജിപ്പേ കളിക്കണ്ട. ഞങ്ങൾ ഇതിന്റെ അകത്ത് ഒരു വിഷയവും പുറത്തു വരുന്നതിൽ ഞങ്ങൾ കുരുക്കട്ടിയില്ല. ഞാൻ ഒന്നും പറഞ്ഞോട്ടെ, ഒരു വിഷയവും പുറത്തു വരുന്നതിൽ ഞങ്ങൾ കുരുക്കണ്ടിയില്ല. കാരണം ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ഇതിന് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇന്നലെയും സപ്പോർട്ട് ചെയ്തില്ല, ഇന്നും സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾ ഇന്നലെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഇപ്പോഴും അല്ല, അതൊക്കെ ഓരോരുത്തർ പറഞ്ഞ അഭിപ്രായമാണ്. ഞാനിപ്പോ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നത്, പാർട്ടി നിലപാടാണ് പറയുന്നത്. കെ ലതിക ഷെയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ എന്നോട് വിശദീകരിച്ചത്. ആ വിശദീകരിച്ചാണ് പാർട്ടി നിലപാട്. ഇത് അതിന്ന് ഒറ്റക്കൊറ്റക്ക് ആര് പറയുന്നതും പാർട്ടി നിലപാടല്ലോ. ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ശൈലജ ഉൾപ്പെടെയല്ലേ ഈ പാർട്ടി. അപ്പൊ ഈ പാർട്ടി പറഞ്ഞു നടത്താൻ മതി. ഒറ്റക്കൊറ്റക്കുള്ള കാര്യം എടുക്കണ്ട. അല്ല, UDF ആയതാലും മുഴുവൻ തുടങ്ങിയത്. പിന്നെ അത്രയും പറഞ്ഞ പേര് പറഞ്ഞ വൃത്തിയാ. ഇത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിന്റെയും പിന്നിൽ UDF പ്രേരണയുണ്ട്. അല്ല, നമുക്ക് ദോഷം ഉറപ്പല്ലേ ഉള്ളത്. ആരും അതുകൊണ്ടാണല്ലോ ലതിക ഉൾപ്പെടെ പറഞ്ഞത്, ഇതിങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ സമൂഹം നിലനിൽക്കണ്ടേ. അപ്പോൾ വർഗീയതയുടെ ഇതുപോലുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും അംഗീകരിക്കുന്ന നിലപാടല്ല സ്വീകരിക്കും. ഇനി സ്വീകരിക്കില്ല. 2 വോട്ടിന്റെ കാര്യമല്ലല്ലോ, വോട്ടെല്ലാം വരികയും പോവുകയൊക്കെ ചെയ്യും, ജയിക്കുകയും നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് മരീമതമാകുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിലെ രൂപപ്പെടുത്തുക, അത് തെറ്റായ സമീപനം. അത് തുടങ്ങിയത് UDF ആണ്. അതാ പ്രശ്നം. അവരാണ് ഇത് ആരംഭിച്ചത്. ടീച്ചറമ്മ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ തന്നെ തുടങ്ങിയ ആദ്യത്തെ 1ാമത്തെ പ്രചരണം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രചരണത്തിന്റെയും പിന്നിൽ ഈ അശ്ലീല ചോയും അതുപോലെ തന്നെ വർഗീയ ചോയും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുവന്നത്. അത് തെറ്റാണ്. അതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര വലിയ വല്ലാതെ ധൃതി? നിങ്ങൾക്കങ്ങനെ വന്നപ്പോ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇറക്കി അല്ല, പോലീസ് അല്ലേ ഇതാക്കണം. ഞങ്ങൾക്ക് എന്താ എതിർപ്പ്? പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു. അല്ലാതെ പോലീസ് എല്ലാ കാര്യവും ഒരേപോലെ 100% ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ലല്ലോ. ഭരണകൂടം അത് KK ലതിക തന്നെ. അതല്ലേ ലതികക്ക് ന്യായീകരണം പറഞ്ഞത്. അദ്ദേഹം ചെയ്തതാണ് ഇത്. അതായത് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അതിന്റെ തെറ്റായ നിലപാടിനെ പ്രതിരോധിക്കുന്നവർക്ക് അത് പറയേണ്ടി വരും. അത് പറഞ്ഞിട്ടുണ്ട്, അതാണ് കാര്യം. അത് അങ്ങനെ കണ്ടാൽ മതി. തെറ്റായതാണെന്ന് ശക്തിയായിട്ട് പറയാം. പിന്നെ അതിനെ കട്ട് ചെയ്യാം. അതിന്റെ ഭാഗമായിട്ട് ഒന്നും പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിനെ കട്ട് ചെയ്താളെ. അതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ഫോണിലും. സൈബർ പോരാളികൾ ഞങ്ങളെ കീഴിടാൻ മറ്റേ സൈബർ പോരാളികൾ എന്ന് പറയുന്നത് വേറൊരു ഒരു വിഭാഗമാണ്. ഞങ്ങളുമായിട്ട് പാർട്ടി തലത്തിൽ ബന്ധമുള്ളതൊന്നുമല്ല. എന്ത് പാർട്ടി കൊടുക്കുന്ന ക്യാപ്സ്യൂൾ വെറുതെ പറയുന്നതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഔദ്യോഗിക തലമുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റിക്കുണ്ട്, ജില്ലാ കമ്മിറ്റിക്കുണ്ട്, താഴെ തലത്തിൽ വരെ എല്ലാവരും ഉണ്ട്. അല്ലാതെ കാര്യം ഈ പറയുന്ന പല പേരുകൾ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നും CPM ഭാഗമായിട്ടുള്ള CPM അഡ്രസ്സ് ഉപയോഗിക്കുന്ന ഒന്നാവാൻ പാടില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാം പുറത്ത് പോലീസല്ലേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷിക്കട്ടെ, അവരന്വേഷിച്ചോട്ടെ. എല്ലാതരം അന്വേഷണവും പോലീസ് നടത്തിക്കോട്ടെ. ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ വെച്ച് കുറിപ്പിക്കുന്ന പ്രശ്നമില്ല. മഹാമാധവനെ ചെറുതാക്കി അവരെ പ്രധാനപ്പെട്ട ആളാക്കി. മാത്രമല്ല തോക്ക് നേരെ തലയിൽ വെച്ചു കൊടുത്തു. ഇതൊക്കെയാണ് ജനം TV. അവര് ഗാന്ധിയെ ചെറുതാക്കണം, ഗാന്ധിയുടെ തലക്ക് വെടിവെച്ച് കൊല്ലുന്ന ഇന്നത്തെയും ഒരു അവസ്ഥ, അവരുടെ മാനസികാവസ്ഥ അതാണ്. അതങ്ങനെ പ്രചരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ദേശീയ സ്വാതന്ത്ര്യമൊന്നും അവർക്ക് പ്രശ്നമില്ല. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ഈ യഥാർത്ഥ അവകാശികളായിട്ട് ഇവരൊന്നും അല്ല വേണ്ടതെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നവയാണ്. ആരോട് ആയില്ല, അതെല്ലാം ചോദിക്കേണ്ടതൊക്കെ ചോദിക്കും. ഭയങ്കര വിഷമിക്കുന്നത് ആരോടൊക്കെയാണോ ചോദിക്കേണ്ടത് അതൊക്കെ ചോദിക്കാം. പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് അതിന്റെ വിവരങ്ങൾ വരട്ടെ. ഇതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ് എന്ന് കൃത്യമായിട്ട് വരട്ടെ. വന്നതിന് ശേഷം ഇതൊക്കെ അതിന്റെ വഴിയെല്ലാം നമ്മൾ അന്വേഷിക്കാം. ഇപ്പൊ ലതികന്റെ കാര്യം ഞങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചില്ല, അതുപോലെ ഇതെല്ലാം അന്വേഷിക്കാം. ആര് അതെ അത് നോക്കട്ടെ, അത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ.
ഞാൻ ഇപ്പോഴും അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു കമൻറ്റ് പറയാതിരിക്കുന്നത് ബോധപൂർവമാണ്. കാരണം ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ എല്ലാവരും ചേർന്നു, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ചേർന്ന് ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവത്തിൻ്റെ പിന്നിൽ. ഞങ്ങൾ അതിലെടുത്തൊരു നിലപാടുണ്ട്. പൈസ നമ്മുടെ ഘടകങ്ങളൊന്നും പിരിക്കേണ്ടിയില്ല. എന്നാൽ പരമാവധി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 10-11 തീയതികളിൽ എല്ലാ വീടും കയറി ഏത് അക്കൗണ്ടിലാണ് ആ അക്കൗണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവരുടെ മുമ്പിൽ കൊടുത്ത് അവരോട് പണം അയക്കാൻ പറയുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ ചിലർ നല്ല രീതിയിലുള്ള പണം സ്വരൂപിച്ചിട്ടുണ്ട്. ആ പണം സ്വരൂപിച്ചതൊക്കെ എന്തൊക്കെയാണെന്ന് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അന്വേഷണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവരെന്നെ കൈകാര്യം ചെയ്യും. ഇപ്പോഴും വയനാടിൻ്റെ പ്രശ്നം വന്നപ്പോൾ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മട്ടന്നൂർ, കൂത്തുപറമ്പ് മേഖലയിൽ, പേരാവൂർ മേഖലയിലൊക്കെ നിരവധി വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും ചില പ്രധാനപ്പെട്ട ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് അവരെയും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. വ്യാപകമായിട്ട് കേരളത്തിലുടനീളം ഉണ്ടായിട്ടില്ല, എന്നാലും ചില മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ണൂർ, കോഴിക്കോട് ജില്ലയിലാണ് കുറേം കൂടി വ്യാപകമായിട്ട് ഉണ്ടായത്. ഇത് കോടതി വ്യക്തിയായി പറഞ്ഞല്ലോ, അത് റിപ്പോർട്ട് കൊടുക്കാം. കൊടുക്കട്ടെ. ഞാനിവിടെ ഓരോന്നും പറഞ്ഞല്ലോ, നിങ്ങളുടെ മുമ്പിലല്ലേ പറഞ്ഞത്. ആ പറഞ്ഞത് ഉൾപ്പെടെയുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ഉൾപ്പെടെയുള്ള എല്ലാറ്റിൻ്റെയും പിന്നിൽ UDF ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം BJP-യുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ ആരോപിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ട് വന്ന ഒരു കാര്യം തന്നെയാണതും. അതിൻ്റെ ഒറിജിനൽ കണ്ടെത്തി ആവശ്യമായ നിലപാട് നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം, പറയുകയും ചെയ്യാം. ഇല്ലില്ല, ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിക്കുന്നു. ഇല്ല, ഞാനത് കണ്ടില്ല. ഇതുവരെ ഞാൻ പറഞ്ഞതിലതൊന്നും അങ്ങനെയല്ല. പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ എല്ലാ പദവും ഒരേപോലെ കാണണ്ട. അതാ പ്രശ്നം. നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഞാൻ പാർട്ടിക്കാരല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കുറെ ആളെ പാർട്ടിക്കാരാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്കാരനാണ് ഈ പോരാളി ഷാജി. എനിക്ക് തന്നെ അറിയില്ല ഈ ഷാജി അങ്ങനെ ഒരു ഷാജി ഉണ്ടോ, പോരാളി ഉണ്ടോ എന്ന് ആർക്കറിയാം. ഇവരെല്ലാം നിരന്തരമായിട്ട് പാർട്ടിയുടെ ഭാഗത്തേക്ക് കാട്ടി അടിച്ചു കൊണ്ടുവരികയാണ്. ഇവരെല്ലാം എന്ത് പാർട്ടി ബന്ധമില്ല എന്ന് കൃത്യമായിട്ട് MP ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവരൊന്നായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പേര് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പേരിന്റെ ആളാണ് ഇതിന്റെ എല്ലാം കുഴപ്പത്തിന് ഉത്തരവാദി എന്ന് പറയാൻ സാധിക്കില്ല. ഒറിജിനൽ കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം ആവശ്യമാണെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം. അതിന് ഞങ്ങൾക്ക് ഒരു വിട്ടുപിടിച്ചും ചെയ്യുന്ന പ്രശ്നമില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പോലീസിന്റെ കുഴപ്പത്തിലാകുന്ന പോലീസിന് കിട്ടിയ വിവരമാണ് അവർ പറഞ്ഞത്. അവരെ പരിശോധിച്ച് പൂർത്തിയാക്കട്ടെ. ഇപ്പൊ താൽക്കാലികമായ ഒരു ഇതല്ലേ കൊടുത്തിട്ടുള്ളൂ, മൊഴിയല്ലേ കൊടുത്തിട്ടുള്ളൂ. ഇനി അത് പൂർണ്ണമായിട്ട് കിട്ടുമായിരിക്കും. കിട്ടുമ്പോൾ ഫിക്സാവും. അല്ല, കണ്ടെത്താനുള്ള സംവിധാനം പാർട്ടി സംവിധാനമാണ്. അത് മറ്റ് ക്രിമിനൽ സംവിധാനമല്ല. പാർട്ടി സംവിധാനമുണ്ട്. പാർട്ടിക്ക് നല്ല സംവിധാനമുണ്ട്. പാർട്ടി ഇതിന്റെ ഭാഗമായിട്ടുള്ള കണ്ടെത്തേണ്ട കാര്യം ഉണ്ടെങ്കിൽ കണ്ടെത്തും. അതിനൊക്കെ സംശയമൊന്നും വേണ്ട. പ്രതിരോധിച്ച് അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ ഔദ്യോഗിക തലത്തിലല്ലാതെ വരുന്ന ഒരുപാട് ഇടതുപക്ഷം എന്ന് പറയുന്ന പോരാളികൾ എന്ന് സ്വയം വിളിക്കുന്ന അല്ലെങ്കിൽ പേരുകൊണ്ട് അങ്ങനെയായ ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചിലപ്പോഴൊക്കെ നമുക്ക് അനുകൂലമായും പലപ്പോഴും നമുക്ക് എതിരായിട്ട് വരുന്നതാണ് സ്ഥിതി. അതിനെ മുഖവിലക്കെടുത്ത് പാർട്ടിയാണ്, ഔദ്യോഗികമാണ് എന്ന് പറയാൻ സാധിക്കുന്നതല്ല. അതിൻ്റെ അർത്ഥം അവരെല്ലാം തള്ളിപ്പറയേണ്ടവരാണെന്ന് ഞാൻ പറയുന്നില്ല. അതല്ല ഞാൻ പറയും. ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ടും പറയും, നമുക്ക് എതിരായിട്ടും പറയും. അത് രണ്ടും കണ്ടോളണം. അങ്ങനെ കണ്ടു അതിനാ. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ടാണ് വടകര തിരിച്ചടി ഉണ്ടായതെന്ന് പറഞ്ഞൊരു യാതൊരു കാര്യമില്ല. ഇത് ഉൾപ്പെടെ എല്ലാം ചേർന്നാണ്. ഇതെല്ലാം ചേർന്നിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഒറ്റക്കെട്ട് ഇത് എടുത്തുകൊണ്ട് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പോരാളി ഷാജി എന്ന് പറഞ്ഞ ഒരു പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അറിയിക്കാം. അത് നമുക്ക് നോക്കാം. ഇതൊന്നും അവരൊന്നും ഇപ്പൊ ഈ പോരാളിയായിട്ടില്ലല്ലോ. പുകമറ ഒന്നും അവസാനിക്കൂല. അത് പോലീസിന്റെ വിവരം വരുന്നവരെ പുകമറ അവസാനിക്കില്ല. നിങ്ങളോട് അവസാനിപ്പിക്കുകയും ചെയ്യില്ല. നിങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യില്ല. നിങ്ങൾ ചോദിച്ചു നോക്കും, എന്താ നിങ്ങളുടെ പോയി എവിടെയും പോയിട്ടുണ്ടോ? അണ്ടർഗ്രൗണ്ടില്ല. അതിനെന്താ ചോദിക്കാത്? അതിലെ ഫോൺ അവർ കൊണ്ടുപോയത്.
ഫോൺ ഗവൺമെന്റ് കയ്യിലില്ലേ, പോലീസിന്റെ കയ്യിലുണ്ടല്ലോ, അവർ നോക്കട്ടെ. അതിപ്പോ മനോരമയുടെ താല്പര്യം വെച്ചുകൊണ്ട് ഞങ്ങൾ നിലപാട് സ്വീകരിക്കില്ലല്ലോ. ഞങ്ങൾക്ക് പാർട്ടി നിലപാടുണ്ട്. ഇതിന്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണത എവിടെയെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പരിശോധിക്കും, ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അതിലൊന്നും വിട്ടുപിടിച്ചൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, ഞങ്ങൾ കൊടുക്കുന്നതൊന്നും ഷെയർ ചെയ്യുകയില്ല. വെറുതെ പറഞ്ഞത്, ഞങ്ങൾ കൊടുക്കുന്നില്ല. ഞങ്ങൾ ഔദ്യോഗികമായി ഞങ്ങൾ തന്നെ തയ്യാറായി കൊടുക്കുന്നതാണ്, അല്ലാണ്ട് ഈ പോരാളികൾക്കൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല.